സുഹൃത്തുക്കളെ, നോൺസെൻസ് സംസാരിക്കാൻ നമ്മുടെ സുരേഷ് ഗോപിയെ കഴിഞ്ഞ് വേറെ ആളുമില്ല. എനിക്ക് തോന്നുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം, ഈ ചങ്ങാതി ഇംഗ്ലീഷ് സാഹിത്യമാണ് പഠിച്ചത്, മലയാളം അത്ര പഠിച്ചിട്ടില്ല. അതുകൊണ്ട് ഈ മനുഷ്യൻ മലയാളം സംസാരിക്കുമ്പോൾ മൊത്തം തെറ്റാ. അങ്ങനത്തെ ഒരു അവസ്ഥ നമുക്ക് വന്നു. ഇനിയിപ്പോ എല്ലാ BJP-കാരും എന്റെ നെഞ്ചത്ത് കയറാൻ നിൽക്കുന്നുണ്ട. ഇത് പറഞ്ഞത് നിങ്ങളെ BJP-കാരൻ തന്നെയാണ്. സുരേഷ് ഗോപി പറയുന്നതൊന്നും ശരിയല്ല. സുരേഷ് ഗോപിയെ തള്ളിക്കൊണ്ട് BJP-യുടെ സംസ്ഥാന കമ്മിറ്റി അംഗം ദേവൻ വന്നിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞ കാര്യം എന്തൊന്ന് കേട്ടോക്കി. തോന്നുന്നില്ല അത് സുരേഷ് ഗോപിയുടെ അഭിപ്രായങ്ങളായിരിക്കാം. അതല്ല, എനിക്ക് അങ്ങനെ ഇത് ഈ ഇഷ്യൂ എന്ന് പറയുന്നുണ്ടല്ലോ, ഈ ശബരിമല ഇഷ്യൂ എന്ന് പറയുന്നതും ഈ ദുൽഖർ സൽമാന്റെയും മമ്മൂട്ടിയുടെയും വീട്ടിൽ റെയ്ഡ് നടത്തുന്ന തമ്മിൽ വലിയ വ്യത്യാസങ്ങളുണ്ട്. മനസ്സിലായില്ലേ? അതൊന്നുമല്ല, അതും ഒരു ഇഷ്യൂ അല്ല. ശബരിമല ഇഷ്യൂ നിൽക്കുന്ന സമയത്ത് അതിൽ നിന്നും തിരിച്ചുവിടാൻ വേണ്ടിയിട്ട് മമ്മൂട്ടിയുടെ വീട്ടിലും ഇവരുടെ വീട്ടിലൊക്കെ റെയ്ഡ് നടത്തുന്ന പറയുന്നത് ഇറ്റ്സ് നോൺസെൻസ് ആണ്. ഈശ്വരോ രക്ഷതു, ഒരു BJP-കാരനെങ്കിലും ബോധമുണ്ടല്ലോ അല്ലേ? സുരേഷ് ഗോപി കേട്ടപ്പോ കൈയടിച്ച ആൾക്കാരെ ചുറ്റും കൂടി ഉണ്ടായിരുന്നത്. ഞാൻ വിചാരിച്ചു ഇതൊക്കെ കണക്കാണ്. അല്ല, സംസ്ഥാന സമിതി അംഗമായിട്ടുള്ള ഇദ്ദേഹം ശരിക്കും എന്താണ് അങ്ങനെ എന്തോ ഒരു അംഗമായിട്ടുള്ള ഇദ്ദേഹത്തിന്റെ എന്താ പറയാ, വാക്കുകൾക്കൊക്കെ ശക്തമായിട്ടുള്ള അതേ ഒരല്പം നിലപാടുള്ള ഒരാളെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ED എന്ന് പറയുന്നത്, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എന്ന് പറയുന്നത്, നമ്മുടെ കമ്മീഷണർ, അവരൊക്കെ പറയുന്നത് കേന്ദ്ര ഗവൺമെന്റിന്റെ ആൾക്കാരാണ്. അവരാരും കേരള ഗവൺമെന്റിന്റെ ആൾക്കാരല്ല. കേരള ഗവൺമെന്റുമായി ബന്ധപ്പെട്ട ഒരു ഡിപ്പാർട്ട്മെന്റും മമ്മൂട്ടിയുടെയും ഒപ്പം തന്നെ നമ്മുടെ ദുൽഖറിന്റെയും പൃഥ്വിരാജിന്റെ വീട്ടിലേക്ക് അന്വേഷണമായിട്ട് കയറി ചെന്നിട്ടില്ല. ഇതിന്റെ ഭാഗമായിട്ട് ഈ MVD സഹായിക്കണം, അത് ഒരു പ്രോട്ടോക്കോളിന്റെ ഭാഗമാണ്. അതിന്റെ ഭാഗമായിട്ട് MVD സഹായത്തിനായിട്ട് പോയിട്ടുണ്ട്. അത് ഇവർ ആവശ്യപ്പെട്ടതിന്റെ ഭാഗമായിട്ട് പോയതാ, അല്ലാതെ MVD ആദ്യം തന്നെ പോയിട്ട് ഒരു അന്വേഷണവും നടത്തിയിട്ടില്ല എന്നാണ് ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് ചരിത്രം. പക്ഷേ സുരേഷ് ഗോപി ചേട്ടൻ പറയുന്നത് ഇവിടെ ശബരിമലയത്തെ സ്വർണ്ണപ്രശ്നം ഉണ്ടല്ലോ, ആ സ്വർണ്ണപ്രശ്നം എങ്ങനെയൊക്കെ ഒന്ന് മറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ പിണറായി വിജയൻ നമ്മുടെ മമ്മൂട്ടിയുടെയും ദുൽഖറിന്റെ വീട്ടിലേക്ക് പോലീസുകാരെ പറഞ്ഞയച്ചിരിക്കുക എന്നാണ്. അങ്ങനെ പറഞ്ഞയച്ചതിനെ ശരിയാണോ അല്ലയോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് അവിടുന്ന് കുറച്ച് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കൂടി വന്നു. ഇതാണ് സംഭവിച്ച കാര്യമെന്നാണ് സുരേഷ് ഗോപി ചേട്ടൻ പറയുന്നത്. ഇത് നോൺസെൻസ് അല്ലാതെ വേറെ എന്താണ്? ദേവ ഇനിയും പറയുന്നുണ്ട്, കേട്ടോക്കൂ. എനിക്ക് തോന്നുന്നില്ല അത്. കാരണം മീഡിയ അത്രയും ആൾക്കാരാണോ? എന്റെ ചോദ്യം അതാണ്. മീഡിയ എങ്ങനെ പറ്റുമോ? കാരണം വളരെ കത്തി നിൽക്കുന്ന വലിയൊരു സാംസ്കാരികമായി തന്നെ വലിയ മോശം നാണക്കേടും ഉണ്ടാക്കുന്ന ഒരു ഇഷ്യൂ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം അത് നാടിന് പുറത്തുള്ള ആൾക്കാർക്ക് കളിയാക്കാൻ പറ്റുന്ന ഒരു 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 സംഭവം, ഒരു കള്ളക്കടത്ത് ഉണ്ടായിട്ട് അതിനെ ഈ മമ്മൂട്ടിയുടെ വീട്ടില് റെയ്ഡ് അല്ലെങ്കിൽ ദുൽഖർ സൽമാന്റെ വീട്ടില് റെയ്ഡ് എന്ന് പറഞ്ഞിട്ട് മാറ്റാൻ വേണ്ടിട്ട് അതിന്റെ പിന്നാലെ പോകുന്നവരാണോ മീഡിയ? ഒരിക്കലും ഇല്ല, നെവർ. അയ്യോ, ഞാനിപ്പോ ആ ഒരു മേഖലയിലേക്ക് ഞാൻ പോകാൻ തയ്യാറല്ല. സത്യം പോവായിരിക്കാൻ നല്ലേ. കാരണം സുരേഷ് ഗോപിയായിട്ട് സംസാരിക്കാൻ മലയാളം പറയാൻ തുടങ്ങിക്കഴിഞ്ഞാല് അതുവരെ നമ്മൾ ആരും കേട്ടിട്ടില്ലാത്ത പുതിയ പദങ്ങളൊക്കെ വരും. നപുംസകങ്ങളാണ് ചുറ്റുമുള്ളത്, അവരെല്ലാം ഞാൻ വെറുക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ കയ്യടിക്കടാ എന്ന് പറഞ്ഞു എൻ്റെ ചുറ്റും കൂടി നിന്ന് കയ്യടിക്കാൻ കുറെ എണ്ണം ഉണ്ട് എന്നുള്ളതാണ്. എന്തായാലും സുരേഷ് ഗോപി ചേട്ടൻ എന്താണ് പറഞ്ഞത് കേൾക്കണ്ടേ, കേട്ടോക്കിയേ. എനിക്കറിയത്തില്ല, സ്വർണത്തിന്റെ വിഷയം മുക്കാൻ വേണ്ടിയാണോ സിനിമാ രംഗത്തേക്ക് രണ്ടുപേര് വീണ്ടും ത്രാസിൽ കയറ്റി അളക്കാൻ കേരള ജനതയ്ക്ക് വിട്ടുകൊടുത്തിരിക്കുന്നത്. അതിനെ സംബന്ധിച്ച് NIA, ED എല്ലാം പരിശോധിക്കുകയും അന്വേഷിക്കുകയും വളരെ വളരെ ഇന്റൻസിഫൈഡ് ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റിഗേഷൻ നടക്കുന്നത് കൊണ്ട് കേന്ദ്ര മന്ത്രിസഭയിൽ ഇരുന്നുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ചൊന്നും പറയാൻ പറയരുത്. കാരണം നിങ്ങളുടെ ആൾക്കാരാണ് ഈ മമ്മൂട്ടിയെ എന്താ പറയാ കള്ളക്കടത്തൊക്കെ ചെയ്തിട്ടുണ്ടോ എന്നുള്ള അന്വേഷണ ഭാഗമായിട്ട് നിങ്ങളുടെ ആൾക്കാരാണ് വന്നിട്ടുള്ളത്. അങ്ങനെ വേണമെങ്കിൽ പച്ച മലത്തിൽ പറയാം, കേന്ദ്ര ഗവൺമെന്റ് നിശ്ചയിച്ച അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ കീഴിലുള്ള ആൾക്കാരാണ് ഇത് അന്വേഷണം വന്നിട്ടുള്ളത്, അല്ലാതെ പിണറായി വിജയൻ ഗവൺമെന്റിന്റെ കീഴിലുള്ള ആൾക്കാരല്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനത്തെ മമ്മൂട്ടിയുടെയും പൃഥ്വിരാജിന്റെയും ദുൽഖറിന്റെയും വീട്ടിൽ കയറുമെന്ന് ഒരു പക്ഷേ മുൻകൂട്ടി വിവരം കിട്ടിയിട്ടുണ്ടായിരിക്കാൻ സാധ്യതയുള്ള
ഒരാള് അത് സുരേഷ് ഗോപി ചേട്ടനാണ്. എന്നിട്ടും അത്തരം ഇൻഫർമേഷന് ഒരു തരത്തിലും മമ്മൂക്കയ്ക്കോ ദുൽഖറിനോ ഇദ്ദേഹം പകർന്നു കൊടുത്തിട്ടില്ല. ഉത്തമ രാഷ്ട്രീയക്കാരനാണ്. സ്വന്തം കൂടപ്പിറപ്പുകളെ പോലെ നടന്നിരുന്ന സുഹൃത്തുക്കളെയാണ് ഇദ്ദേഹം രാഷ്ട്രീയ വൈര്യത്തിന്റെ പേരിൽ കുടുക്കി ഇല്ലാണ്ടാക്കാൻ ശ്രമിക്കുന്നത്. അല്ലെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട സുരേഷ് ചേട്ടാ, താങ്കളുടെ പാർട്ടിക്കാര് ഇല്ലാണ്ടാക്കാൻ ശ്രമിക്കുന്നതെന്ന് ഒരല്പം ബുദ്ധി വെച്ചിട്ടെങ്കിലും നിങ്ങൾ മനസ്സിലാക്കുമെന്ന് വിചാരിക്കുന്നു. എന്തായാലും ഇനി സുരേഷ് ഗോപി ചേട്ടന്റെ ആഗ്രഹം നിങ്ങളൊന്ന് കേട്ടു. വൃത്തികെട്ട രാഷ്ട്രീയ ചിന്താഗതി എന്താണ് മാറാൻ വേണ്ടി ഒരു തവണ പിന്നത് തുടരുമെന്ന് ഞങ്ങൾക്കറിയാം, പിന്നത് പടരുമെന്ന് ഞങ്ങൾക്കറിയാം. അടിപൊളി. കൈയടിക്കുക എന്തല്ലേ തൊട്ടടുത്തൊക്കെ ഇങ്ങനെ വന്നിരിക്കുന്നുണ്ട് കുറച്ചു പേര്. സുരേഷ് ഗോപി ചേട്ടൻ ഒരു പഞ്ച് ഡയലോഗ് കൊണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ തന്നെ കൈയടിക്കണം. ആ കൈകൊണ്ട് അടിച്ചു കഴിഞ്ഞാൽ മൂപ്പര് പിന്നെ അങ്ങോട്ട് കേറായി. പിന്നെ മലയാള ഭാഷ നിഘണ്ടുവിലുള്ള എല്ലാ പദങ്ങളും പുറത്തു വരും. ഇദ്ദേഹം തുടക്കത്തിൽ പറഞ്ഞെന്താ, വൃത്തികെട്ട രാഷ്ട്രീയ ചിന്താഗതി എന്നാണ്. വൃത്തികെട്ട രാഷ്ട്രീയ ചിന്താഗതി കേരളത്തിൽ ഉണ്ട് എന്നാണ് സുരേഷ് ഗോപി ചേട്ടൻ പറഞ്ഞത്. ഇനി ഇദ്ദേഹത്തിന്റെ പ്രസംഗം ഈ കുറച്ചു വരികൾ കൂടി അവസാനിക്കുമ്പോൾ ആർക്കാണ് വൃത്തികെട്ട രാഷ്ട്രീയ ചിന്താഗതി ഉള്ളതെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഒന്ന് കേട്ടോക്കെ. ഞാൻ രാജ്യസഭ MP ആയിരിക്കുന്ന സമയത്ത് കേക്കണേ, BJP ഭരിക്കുന്ന പഞ്ചായത്തുകൾക്കാണ് ഏറ്റവും കൂടുതൽ തുക കൊടുത്തിട്ടുള്ളത്. ഇപ്പോഴും എങ്ങനെയുണ്ട്? ഇദ്ദേഹം രാജ്യസഭ MP ആയിരിക്കുന്ന സമയത്ത് ഈ കാലങ്ങളിൽ ഇപ്പോഴും BJP ഭരിക്കുന്ന പഞ്ചായത്തുകൾക്കാണ് ഇദ്ദേഹം ഏറ്റവും കൂടുതൽ തുക കൊടുത്തിട്ടുള്ളതെന്ന്. ഇതിന്റെ പേരല്ലേ രാഷ്ട്രീയ ചെറ്റത്തരം? ഇതിന്റെ പേരല്ലേ രാഷ്ട്രീയ മര്യാദയില്ലായ്മ? കൃത്യമായിട്ടും BJPക്കാരെ സഹായിക്കുള്ളൂ എന്ന് പച്ചയ്ക്ക് വിളിച്ചു പറയല്ലേ? ഇതിനല്ലേ രാഷ്ട്രീയ വൃത്തികേട് എന്ന് പറയേണ്ടത്? എൻ്റെ പൊന്നു സുരേഷ് ചേട്ടാ, നിങ്ങൾക്കെന്താ അതൊന്നും മനസ്സിലാകാത്തെ? അങ്ങനെ ചെയ്യാൻ പാടില്ല. ഒരു MP എന്ന നിലയ്ക്ക് ഇവിടുന്ന് ഒരുപക്ഷെ എല്ലാ വിഭാഗത്തിലും പെടുന്ന ആളുകൾ വോട്ട് ചെയ്ത് ജയിപ്പിച്ച ഒരു വ്യക്തി എന്ന നിലയ്ക്ക് ഇപ്പോൾ നിങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരൻ്റെയും ലീഗുകാരൻ്റെയും മുസ്ലിമിൻ്റെയും ക്രിസ്ത്യൻ്റെയും ഹിന്ദുവിൻ്റെയും ജാതിയിൽ താഴ്ന്നുവെന്ന് താങ്കൾ വിശ്വസിക്കുന്നവരും ജാതി ഉയർന്നുവെന്ന് താങ്കൾ വിശ്വസിക്കുന്നവരും എല്ലാവരുടെയും MP ആണ്. അപ്പൊ നിങ്ങൾ പ്രത്യേകമായിട്ട് BJPക്കാരെ മാത്രം സഹായിക്കുന്ന രീതിയിൽ പണം കൊടുക്കുക എന്ന് പറഞ്ഞ പരിപാടി ശരിയല്ലെന്നേ. അങ്ങനെ ചെയ്യാൻ പാടില്ല. അതൊരു MP എന്ന നിലയ്ക്ക് നിങ്ങൾ ചെയ്യുന്ന മഹാ അപരാധമാണ്. പക്ഷെ നിങ്ങൾക്ക് അതിനെ പറ്റിയുള്ള ധാരണയൊന്നുമില്ല. ഒരു നാണുമാനില്ലാതെ കണ്ണിയെ കണ്ട കലിങ്ങിന്റെ മേലൊക്കെ കയറി ഇരുന്നിട്ട് താങ്കൾ എന്താണ് ഈ വിളിച്ചു പറയുന്നത്? BJPക്കാരെ സഹായിക്കുന്നുള്ളൂ, ഇപ്പോഴും സഹായിക്കുന്നുള്ളൂ എന്നല്ലേ? അപ്പൊ ഈ അവിടെയുള്ള മറ്റു മതവിശ്വാസികള് ഇനിയിപ്പോ കുറച്ചു കഴിഞ്ഞാൽ പറയില്ലേ, ഞാൻ ഹിന്ദുക്കളെ സഹായിക്കുള്ളൂ. കുറച്ചുകൂടി കഴിഞ്ഞാൽ പറയും ഇദ്ദേഹം ഞാൻ ബ്രാഹ്മണന്മാരെ സഹായിക്കുള്ളൂ. കുറച്ചുകൂടി കഴിഞ്ഞ് ഇദ്ദേഹം പറയും ഞാൻ അയ്യപ്പ വിശ്വാസികളെ സഹായിക്കുള്ളൂ എന്നൊക്കെ പറയുമ്പോ ജനാധിപത്യ രാജ്യം എന്ന് പറഞ്ഞ സാധനം പിന്നെ എന്തിനാണെന്ന് ഒന്ന് ആലോചിച്ച് നോക്കി. എന്തൊരു മഹാവൃത്തികെട്ട രാഷ്ട്രീയമാണ് ഇദ്ദേഹത്തിന്റെ മനസ്സിലുള്ളത്. ഇദ്ദേഹം തുടക്കത്തിൽ പറഞ്ഞത് ഇദ്ദേഹത്തിന് തന്നെ ഒരു പാമ്പ് പോലെ തിരിച്ചു കൊത്തുന്ന രീതിയിലല്ലേ ഇദ്ദേഹത്തിന്റെ മലയാളം കൊണ്ടുപോയി അവസാനിപ്പിച്ചത്. ഇതാണ് ബലമായ സംശയം. മമ്മൂക്കയുടെ വീട്ടിലേക്ക് കയറിയിട്ടുള്ള ഈ അന്വേഷണത്തിന് പുറകിലൊക്കെ ആ അറിവ് മുൻകൂട്ടി കിട്ടിയിട്ടുള്ള ഒരു മനുഷ്യൻ ഇദ്ദേഹം ആയിരിക്കണ്ടേ? ആ ചോദ്യം മുൻകൂട്ടി വരുമെന്നുള്ള ധാരണ പുറത്തല്ലേ അതൊന്ന് തേച്ചു മായ്ക്കാൻ വേണ്ടിയിട്ട് ഇമാതിരി വർത്തമാനങ്ങളൊക്കെ ഇദ്ദേഹം പറയുന്നുണ്ടായിരിക്കുക. സംശയങ്ങളാണേ, തെറ്റാണെങ്കിലും തിരുത്തി തരണം. ബൈ. അതെ, നമ്മുടെ ചെറിയ ചാനലാണ്. ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ് ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്നൊക്കെ ഒന്ന് എഴുതി വയ്ക്കാം. പ്രിയ സുഹൃത്തുക്കൾക്കൊക്കെ വേണ്ടിയിട്ട്, സഹൃദയങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ കഴിയുമെങ്കിൽ ചാനലൊന്ന് ഷെയർ ചെയ്യുക. ബൈ.